ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഈ പോൺസ് ക്രീം വെച്ചിട്ട് നമ്മുടെ മുഖത്തിന് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ ഡീ ടാനൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല സ്മൂത്ത് ആക്കി കൊണ്ടുവരാനൊക്കെ പറ്റുന്ന അടിപൊളി നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ മോയ്സ്ചറൈസ് മാത്രമായിട്ടാണ് പലരും ഉപയോഗിക്കാറുള്ളത്. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു ഇതിപ്പോൾ നമ്മളിവിടെ മോയ്സ്ചറൈസ് ആയിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നത്. ഇടയ്ക്ക് ഈ വക ചെറിയ ട്രിക്ക് പരിപാടികൾ നമ്മളിവിടെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു നുള്ളെടുക്കുക. മുഖം നല്ല രീതിക്ക് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇത്രത്തോളം എടുക്കുന്നുണ്ടോ. ഞാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് ഇട്ടിട്ട് കാണിക്കണേ. അതിലോട്ട് നമ്മുടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് നാടൻ മഞ്ഞൾ പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അധികമൊന്നും വേണ്ട. മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്കൊക്കെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. ഡീ ടാനൊക്കെ മാറി കിട്ടാനൊക്കെ ആയിട്ട് വളരെയധികം. ഇപ്പോൾ എൻ്റെ മുഖത്ത് ഡീ ടാൻ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, പക്ഷെ ഇന്ന് നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയ്ക്കേ വേണ്ടു. അപ്പോൾ നമ്മൾ അധികം ഓവറായിട്ടൊന്നും നമ്മളിങ്ങനെ തേച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണ പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു കുത്തൊക്കെ ഇട്ടിട്ട് നമ്മളിത് തേച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്കൊരു മസാജ് കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നല്ല റിസൾട്ട് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ ചെപ്പുണ്ട്. ചെറിയ ചെപ്പിന് 15 രൂപയൊക്കെ വിലയുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യത്തിന് വലിയ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ലാക്മേയുടെ മോയ്സ്ചറൈസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പോൺസിൻ്റെയും ഇവിടെ മേടിച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ കൂടുതലും നമ്മുടെ പാക്കുകൾ കഴിഞ്ഞ ലാക്മേയുടെ എൻ്റെ സ്കിന്നിന് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത് അതാണ് കേട്ടോ. ഇത് അധികം നേരമൊന്നും വേണ്ട. നമ്മളിങ്ങനെ ആക്കി ഒരു നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക. അത്രയ്ക്കേ വേണ്ടൂ. പിന്നെ നമുക്കിതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത്, വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലൊരു റിപ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു സമയം. ആ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ തന്നെ ഇച്ചിരിയോളം എടുക്കുക. ഗ്ലിസറിനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ലൊരു ഹൈഡ്രേറ്റ് ആയിട്ട് കൊണ്ടുവരാനും നല്ല സ്മൂത്തനിങ് ആയിട്ട് കൊണ്ടുവരാനൊക്കെയുള്ള സിമ്പിളാണ്. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ചിങ്ങനെ ചെറിയൊരു ചെപ്പിലാക്കി വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അപ്പോൾ ആക്കി വെച്ചാൽ മതി. അല്ലാത്തത് നമുക്കൊരു അത് നൈറ്റ് നമ്മൾ മുഖത്ത് ഇട്ടിട്ട് കഴുകി കളഞ്ഞ് നേരം വെളുക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നല്ല സ്കിന്ന് നമ്മൾ വൈറ്റനിങ് ക്രീമൊക്കെ ഒത്തിരി ഉണ്ടാക്കാറില്ലേ, അതേപോലെ തന്നെയാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ പോൺസിൻ്റെ കൊണ്ട് ചെയ്യാൻ തന്നെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ. നമുക്ക് ഇവിടെ മേക്കപ്പ് ഒന്നുമില്ല. ഒരു സൺസ്ക്രീനും നമ്മുടെ പൗഡറും ഒരു കൺമഷി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അല്ലാതെ കുറേ മേക്കപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത്തിരി കോളം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നല്ല രീതിക്ക് ഒരു കട്ടാക്കിയതിന് ശേഷം ഈ ഒരു സാധനം ആദ്യം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫിനിഷിങ്ങിൽ നിൽക്കും. നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നമ്മുടെ മുഖം നല്ല രീതിക്ക് നിൽക്കും കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല, അത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷേ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു കാര്യം ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുമ്പോഴേ, അപ്പോൾ സ്പീഡിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു 10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്തിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മുഖത്ത് ഇത് സൂട്ടബിൾ ആവുകയും ചെയ്യും. നമ്മുടെ മുഖം നല്ല രീതിക്ക് പിന്നെ ഒരു മോയ്സ്ചറൈസ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ മുഖം കൊണ്ടു നടക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതും നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞു തരാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ മുഖത്തും അപ്ലൈ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട്, ഹൈപ്പ് ചെയ്യുക. അതും ഇപ്പോഴും ഓപ്ഷൻ അങ്ങനെ കിടക്കുന്നുണ്ട്. മറന്നു പോവുകയാണെങ്കിൽ ഹൈപ്പൊക്കെ ചെയ്തോളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.